ജെപീസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ചമ്മന്തി പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. 8 കൂട്ടം ചമ്മന്തി. 8 കൂട്ടം ചമ്മന്തി. 8 കൂട്ടം ചമ്മന്തികൾ. അതായത് ചമ്മന്തികൾ ഒത്തിരി തരമുണ്ട്. പക്ഷേ നമുക്ക് ഇന്നിപ്പോൾ 8 കൂട്ടം ചമ്മന്തിക്കുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് 8 കൂട്ടം ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ ചമ്മന്തികളൊക്കെ തന്നെ എല്ലാവരും വെക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കുറച്ച് കുട്ടികളുണ്ടല്ലോ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവർ കുറേ ഫ്രീ ആയിട്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പാചകത്തിലോട്ടൊക്കെ ഒന്ന് കടന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമാകുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചമ്മന്തിയിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ മല്ലിയില ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണിത്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ നല്ലതായിട്ട് കഴുകിയതാണ് കേട്ടോ. ഞാൻ 1 മണിക്കൂറോളം വിനാഗിരിയും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളത്തിൽ വെച്ചതാണ്. അപ്പം മല്ലിയില, പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, മുളക്, ഉള്ളി, പുളി, ഇഞ്ചി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് വഴറ്റി ചെയ്യുന്നത് നല്ലതായിരിക്കും. മല്ലിയിലയും മുളകും ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് തേങ്ങയായിട്ടൊക്കെ ഇട്ട് അരച്ച് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും. അങ്ങനെ ഉണ്ടാക്കാം. 8 കൂട്ടം ചമ്മന്തികൾ നമ്മളെല്ലാം കൂടെ കാണിക്കുമ്പോൾ വീഡിയോ ചിലപ്പോൾ ലെന്തി ആകും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ട് 1 4 ചമ്മന്തി കാണിക്കാം, പിന്നെ 4 ചമ്മന്തിയും കൂടെ കാണിക്കാം പാർട്ട് 2. അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുക. കാര്യം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ വല്ലാതെ ലെന്തി ആയി പോകും. 5-6 മുളക് ആദ്യം വഴറ്റുവാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും വഴറ്റാം. ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് നമുക്ക് തേങ്ങയുടെ കൂടെ അരയ്ക്കാം. നമ്മുടെ മല്ലിയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടുകടല ചമ്മന്തിയാണ് അടുത്തത് അരയ്ക്കാൻ പോകുന്നത്. ഇത് പൊട്ടുകടലയാണ്. ഞാനിപ്പോൾ ഇത് ഇത്ര കുതിർത്തിട്ടുണ്ട് ഒന്ന് അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി. കുതിർത്തോ അല്ലെങ്കിൽ ഒന്ന് വറുത്തോ ഒക്കെ നമുക്കിത് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുതിർത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങ വേണം, പച്ചമുളക്, അല്പം പുളിയ്, ഉള്ളി, ഇഞ്ചി, ഉപ്പൊക്കെ. പിന്നെ പൊട്ടുകടല ഇതാണ് ശരിക്കും. അതായത് നമ്മുടെ മറ്റേ കടലപ്പരിപ്പല്ല, നമ്മുടെ പൊട്ടുകടലെന്ന് പറഞ്ഞിട്ട് കടകളിലൊക്കെ കിട്ടും. ഒരു വെള്ള കളറിൽ. ഇതാണ് പൊട്ടുകടല. നമുക്കിനി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇത് ഒരൊറ്റ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് അരച്ചാൽ മതി. നമുക്ക് പൊട്ടുകടല ഞാൻ ഇത്ര എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും വേണ്ട, ഇതിന്റെ പകുതി മതി. അതായത് എടുക്കുന്ന തേങ്ങയുടെ ഒരു പകുതി എടുത്താൽ മതി പൊട്ടുകടല. പൊട്ടുകടല ചമ്മന്തിക്ക് നമുക്ക് കുറച്ച് വറക്കുന്നത് നല്ല രുചിയാണ്. ഞാൻ ആദ്യം അതിന് ഉഴുന്നുപരിപ്പിടുകയാണ്. പിന്നെ കുറച്ച് കടുക് ഇടുകയാണ്. പിന്നെ 2 വറ്റൽമുളക്, ഇച്ചിരി കറിവേപ്പില, നമ്മുടെ പൊട്ടുകടല ചമ്മന്തി ഇവിടെ റെഡിയായി. ഇനി നമ്മൾ പുതിനയില ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ പുതിനയില ചമ്മന്തിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: പുതിനയില, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, പുളിയ്, ഉപ്പ്, തേങ്ങ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാര്യം ഇല കൂടുതലുള്ളപ്പം തേങ്ങ കുറച്ചെടുത്താലും മതി. അപ്പം ഇല കൂടുതൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പം ഞാൻ തേങ്ങ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒരു പുതിനയില ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വരാം. നമ്മുടെ പുതിനയില ചമ്മന്തിയും റെഡി. ഇനി നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയുമ്പം പണ്ടൊക്കെ ഈ അടുപ്പുള്ളപ്പോൾ ഈ തേങ്ങാ പൂളെടുത്ത് ചുട്ട് അങ്ങനെയൊക്കെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് അടുപ്പൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വേണേൽ ഗ്യാസിൽ വെച്ച് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ നമുക്ക് മുളക്, ഉള്ളി ഇതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുകയും കൂടെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അരയ്ക്കാം. അതായത് പിന്നെ തേങ്ങ, മുളക്, ഉള്ളി, ഇഞ്ചി, ഉപ്പ്, പിന്നെ കുറച്ച് പുളിയും കൂടെ വേണം. ഞാൻ അത് എടുത്തില്ല, അതുകൂടെ ഞാൻ എടുത്തുകൊണ്ട് വരാം.
ഇനി നമുക്ക് ഇതെല്ലാം കൂടെ വഴറ്റി ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ ചുട്ടരിച്ച ചമ്മന്തിയും ഇവിടെ റെഡിയായി. അപ്പോൾ 8 കൂട്ടം ചമ്മന്തിയുടെ 4 കൂട്ടം റെഡി ആയിട്ടുണ്ട്. കാര്യം ലെങ്തി ആകുന്നത് കൊണ്ട് 4 കൂട്ടം നമ്മൾ കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി 4 നാളെ കാണിക്കാം. ഓക്കെ, ഇത് 4. നമ്മുടെ ഇത് 4 കൂട്ടം ചമ്മന്തി, അതായത് മല്ലിയില, പുതിനയില, പൊട്ടുകടല ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി, ഇത് 4 റെഡി ആയിട്ടുണ്ട്. ബാക്കി 4 നാളെ കാണിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.